ഹലോ ഹായ് ആദീസ് ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിവിടെ കൊടുങ്ങല്ലൂർ ഭരണിയാണ്. അപ്പോൾ അതിൻ്റെ വിശേഷം കാണിച്ചു തരാൻ, അതായത് ഭരണീയുടെ കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി വന്നതാണ്. കുറച്ച് റിസ്ക്കാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ പോണത്, കുറച്ചല്ല, വെരി വെരി റിസ്ക്. അപ്പോൾ ഭരണീയുടെ കാഴ്ചകളും കുറച്ച് വിശേഷങ്ങളൊക്കെ എൻ്റെ ഒച്ച പോയിരിക്കുകയാണ്, അതുകൊണ്ട് അധികം സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് അമ്പലം എത്തിയിട്ടില്ല, അത്യാവശ്യം ദൂരമുണ്ട്. എന്നിട്ട് പോലും അമ്പലത്തേക്ക് പോണതിൻ്റെ വഴിയിലുള്ള റോട്ടിലത്തെ തിരക്കാണ് കാണുന്നത്. ഇനി അവിടെ ചെന്നിട്ട് എന്താണ് അവസ്ഥ എന്ന് കാണിച്ചു തരാം. ഹലോ ഹായ്. ഭരണിയൊക്കെ കഴിഞ്ഞ് ഞങ്ങളുടെ നാട്ടിലത്തപ്പം, അതായത് കൊടുങ്ങില്ല, എൻ്റെ ശബ്ദം കുറച്ച് പ്രശ്നത്തിലാണ്, അതുകൊണ്ട് കപക്കെട്ടക്കായി ഫുൾ അടങ്ങിയിരിക്കുകയാണ് ആക്ച്വലി. അപ്പം നിങ്ങളോട് ഇനി ഒരുപാട് വൈകി വിശേഷം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഭരണി കഴിഞ്ഞപ്പോൾ തന്നെയല്ലേ നമ്മൾ വിശേഷങ്ങളൊക്കെ പറയേണ്ടത്. അപ്പോൾ നിങ്ങളോട് പറയാമെന്ന് വെച്ചിട്ടാണ്, വേറെ ഒന്നുമില്ല. ഞാൻ ഭരണിക്ക് കാണാൻ പോയിട്ടുണ്ടെങ്കിലും ഞങ്ങളുടെ നാട്ടിലാണ് ഭരണി നടക്കണമെങ്കിലും ഞാൻ പണ്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. ഈ അടുത്തായിട്ടാണ്, കുറച്ച് നാളായിട്ടാണ് കാണാൻ പോയത്. എൻ്റെ വിചാരം ഭരണിക്ക് ഭയങ്കര നിങ്ങൾക്കറിയാൻ പറ്റില്ല, ഭരണിക്ക് തെറിപ്പാട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും, അതുമാത്രമേ ഉണ്ടാവുള്ളൂ, കാണാനൊന്നും വലിയ പ്രത്യേകിച്ച് ഉണ്ടാവില്ല എന്നായിരുന്നു. പക്ഷേ അതൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ പാട്ടൊക്കെ പറഞ്ഞത്. അതിൽ ഞാൻ അധികം നല്ലതെന്ന് പറയില്ല, പക്ഷേ എങ്കിലും ബാക്കിയുള്ള കുറേ കാണാനുള്ള കാഴ്ചകളുണ്ട്. അതവിടെ ചെന്നപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം എൻ്റെ അമ്മയും ഞാനും ഉണ്ണിയും കൂടിയിട്ട് പോയായിരുന്നു. അപ്പോൾ ഉണ്ണീനെ അത്രയും ക്രൗഡിൽ കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് അമ്മയും ഉണ്ണിയും വലിയ തിരക്കൊന്നും ഇല്ലാത്തടത്ത് മാറി നിന്ന് ഞാൻ ഒറ്റയ്ക്ക് പോയി കുറച്ച് വിഷ്വൽസൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ പോണ വഴിക്ക് ഞാൻ ഇൻട്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ കേൾക്കുമെന്ന് അറിയില്ല, എന്നാലും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഭയങ്കരമായിട്ട് എനിക്ക് കാവ് തീണ്ടൽ എടുക്കാൻ പറ്റിയില്ല, കാരണം കാവ് തീണ്ടലിൻ്റെ സമയത്ത് ഒട്ടും നമുക്ക് ഉള്ളിൽ കയറാന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ കുറച്ച് തിരക്ക് കുറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, അപ്പോൾ പോലും തിരക്കാണ്. അപ്പോൾ കാവ് തീണ്ടലിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞാൽ അതിനേക്കാളും രക്ഷയില്ലാത്ത തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ചൊന്നും ഒതുങ്ങിയിട്ടാണ് ഞാൻ പോയത്, എന്നാലും നിങ്ങൾക്ക് ഞാൻ അത്യാവശ്യം വീഡിയോസൊക്കെ കാണിച്ചു തരാം. പിന്നെ ഇപ്പം കുറച്ച് നാൾക്ക് മുന്നേ നല്ല ട്രെൻഡിങ് ആയിരുന്ന ബാബുസാമിനൊക്കെ കണ്ട് ഞാൻ ഡൗട്ട് അടിച്ച് ആള് തന്നെയാണോ ഇതെന്നൊക്കെ അങ്ങനെ വിചാരിച്ചു പോയി. കാരണം നമുക്കറിയില്ലല്ലോ, ആദ്യം കാണുന്നതല്ലേ, നമ്മൾ ഈ ഫോണിലും വീഡിയോസിലൊക്കെ തന്നെയല്ലേ ഞാനും കാണുന്നുള്ളൂ. അപ്പോൾ ഞാൻ ആളെ കണ്ടിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് അത് ഞാൻ ആഡ് ചെയ്യാം. പിന്നെ കുറേ നാൾക്ക് മുന്നായിട്ട് ഫേമസ് ആയിട്ട് ഈ കോമരം കെട്ടുന്നൊരു പെൺകുട്ടീൻ്റെ ഫേമസ് ആയിട്ട് എപ്പോഴും വീഡിയോസിൽ, അപ്പോൾ ആ കുട്ടീനെ ഞാൻ കണ്ട്, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കണ്ട ആ കുട്ടീനെ. അപ്പോൾ ഇപ്രാവശ്യം എന്ന് പറഞ്ഞാൽ മറ്റേന്ന് പറഞ്ഞാൽ അടുത്ത് കൂടെ പോയായിരുന്നു. അന്ന് ഞാൻ ചാനൽ തുടങ്ങിയിട്ടില്ല, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നൊന്നും കാണിച്ചു തരാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ ദൂരെ നിന്നാണെങ്കിലും ആ കുട്ടീനെ കണ്ടിരുന്നു, അതൊക്കെ ആഡ് ചെയ്യാം. വിശേഷങ്ങൾ കാഴ്ചകളൊക്കെ കുറച്ച് വിഷയങ്ങൾ എടുത്തിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭരണി, അതായത് കൊടുങ്ങല്ലൂർ മീനഭരണി കാഴ്ചകൾ, കാവ് തീണ്ടലിൻ്റെ ആ സമയത്തുള്ള കുറച്ച് വിഷ്വൽസൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ പിന്നെ ഞാൻ ആദ്യം തന്നെ അതിൻ്റെ ഇടയിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ഞങ്ങളുടെ നാട്ടുകാർ അല്ല ഈ ചടങ്ങ് ചെയ്യണത്. ഇത് പാലക്കാട്, അങ്ങനെ കോഴിക്കോട് അങ്ങനത്തെ സ്ഥലത്ത് നിന്ന് അവർക്ക് പണ്ട് തുടങ്ങിയുള്ള അവരുടെ ആചാരമാണ്. ഞങ്ങളുടെ നാട്ടിൽ വന്ന് ഒന്നുകിൽ ഓരോരോ വീടുകളിൽ 2 ദിവസമൊക്കെ അവർ താമസിക്കും. അപ്പോൾ താമസിക്കുന്നതിന് അവിടെയും പൂജകളൊക്കെ ചെയ്ത് അവർ കുറേ നേർച്ചകളും കാര്യങ്ങളൊക്കെ വിചാരിച്ചിട്ട് വരുന്നതാണ് ഞങ്ങളുടെ നാട്ടിൽ ദേവീനെ കാണാൻ. അപ്പോൾ അവരുടേതായ ആചാരങ്ങളാണ് നടക്കുന്നത്, അല്ലാതെ ഞങ്ങൾ കൊടുങ്ങല്ലൂരുകാരുടെ അല്ല ഈ പരിപാടി. അതായത് ഞങ്ങൾക്ക് പോകാം, നമ്മുടെ നാട്ടിലൊരു പരിപാടി നടക്കുമ്പോൾ പോകണം, അത് രീതിയിൽ പോകാം, അല്ലാതെ ഞങ്ങളുടെ നാട്ടുകാർക്ക് അവിടെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. അന്നത്തെ ദിവസം അവരുടെയാണ്, അവർ ചടങ്ങുകൾ ചെയ്യണു പോകണു, അതിൻ്റെ ഇടയിലുള്ള അവരുടെ ആചാരത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ തെരുവിളിയും കാര്യങ്ങളൊക്കെ. അല്ലാതെ ഞങ്ങളുടെ നാട്ടുകാരല്ലാട്ടോ. പിന്നെ ചിലവർ തമാശയ്ക്ക് ഇങ്ങനെ ഇറങ്ങും, അല്ലാതെ ഞങ്ങളുടെ നാട്ടുകാരല്ല ഇതിൻ്റെ ഇതുകൾ. അപ്പോൾ നിങ്ങൾ കുറേ പേര് തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും, ഞങ്ങളുടെ നാട്ടുകാരാണ്, ഞങ്ങളാണ് തെറി വിളിക്കുന്നത്. ഞങ്ങളല്ലാട്ടാ. അത് ഞാൻ പറഞ്ഞു തരുന്നതാണ്, അറിയാത്തവരുണ്ടെങ്കിൽ. ഞാൻ പഠിക്കാനൊക്കെ പോകുമ്പോഴേ, ഞാൻ അതെന്താണെന്ന് വെച്ചാൽ പഠിക്കാനൊക്കെ പോകുമ്പോൾ സ്ഥലം ഏതാ കൊടുങ്ങല്ലൂരാണെന്ന് പറയുമ്പോൾ അയ്യോ വരണി അങ്ങനെ പറയും. അപ്പോൾ ഞങ്ങളല്ല, എൻ്റെ ഒച്ച പോയിരിക്കണം, അതുകൊണ്ടാണ് ഇത്രയും. അയ്യോ, എന്തായാലും ഞാൻ കാണിച്ചു തരാം. കുറേ ആയി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും എന്നറിയാം. അപ്പോൾ ഞാൻ കാഴ്ചകൾ കാണിച്ചു തരാം. ഓക്കെ, കണ്ടിട്ട് പോയോ. അപ്പോൾ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് നടന്നു പോണ വഴിയാണ് ഈ കാണുന്നത്. മെയിൻ റോഡാണ്. ഇന്ന് ഭരണി കാരണം ഈ റോഡിൽ വണ്ടി എല്ലാം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മെയിൻ റോഡിൽ കൂടെ ആണ് നമ്മളിപ്പോൾ എല്ലാവരും നടന്നിങ്ങനെ പോകുന്നത്. അത്രയ്ക്കും തിരക്കാണ്, ഇതിനേക്കാളും തിരക്കുള്ളതായിരുന്നു. നമ്മൾ ഈ നടന്നിങ്ങനെ പോകാൻ ഒരു 5 മിനിറ്റ് എത്തും, 5 മിനിറ്റോളം പിടിക്കും അമ്പലത്തേക്ക് ദൂരം. അപ്പോൾ പോണ വഴിയിൽ ഇതുപോലെ ഒരുപാട് കോമരങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ പോകുമ്പോഴേക്കും കാവ് തീണ്ടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി, കാരണം അത്രയും തിരക്കിൽ പോകാൻ പറ്റില്ലായിരുന്നു. കണ്ടില്ലേ, ഇതുപോലെ കഴിഞ്ഞിട്ട് കാവ് തീണ്ടൽ കഴിഞ്ഞ് കോമരങ്ങളൊക്കെ തിരിച്ച് വരുന്ന, റെസ്റ്റ് എടുക്കണം, അങ്ങനെ ആ ഒരു കാഴ്ചയ്ക്ക് ഇത് കാണുന്നത്. പിന്നെ
ഭരണീൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ജനങ്ങൾ വരുന്നതുകൊണ്ട് ഒരുപാട് കച്ചവടക്കാർ, അതായത് നാട്ടിലുള്ളവർ തന്നെ ഒരുപാട് പല രീതിയിലുള്ള കച്ചവടങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ വീടുകളിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഇവിടുന്ന് സാധനങ്ങൾ മേടിച്ച് കൊണ്ടുപോകും. അതൊരു വലിയ സന്തോഷം കൂടിയാണ് കേട്ടോ. അപ്പം എല്ലാ കുടുംബക്കാരും, അതായത് നിങ്ങളൊരു ഇത് ഇവർ സാധാരണക്കാരങ്ങനൊന്നും വിചാരിക്കേണ്ട. ഇവർ നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ, അതായത് അത്യാവശ്യം നമ്മുടെ പോലെ തന്നെ നല്ല വീടുകളിൽ നിന്നും നല്ല നല്ല ചുറ്റുപാടിൽ നിന്ന് വരുന്നവരും പാവപ്പെട്ടവരായാലും അല്ലാത്തവരൊക്കെ വരുന്ന ഒരു ചടങ്ങ് തന്നെയാണ് കേട്ടോ അത്. പിന്നെ ഒരു ചെറിയ കുട്ടി, നമ്മുടെ നാട്ടിൽ തന്നെയുള്ള കുട്ടിയാണോന്ന് അറിയില്ല എനിക്ക്, നല്ലൊരു സുന്ദരിയായി ദേവി, ചെറിയ ഒരു കുട്ടി ദേവി കൊടുങ്ങല്ലൂരമ്മേരെ രൂപത്തിൽ അത്രയും ഇതായിട്ട് വന്നിട്ടുണ്ടായി. അപ്പോൾ കുറേ പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, കാരണം അത്രയും നല്ല ഭംഗിയിലാണ് ദേവിയായിട്ട് വന്നിട്ടുള്ളത്. അവർ ദേവി എന്നുള്ളൊരു ഇതിൽ, കുട്ടി ദേവി എന്നുള്ള രീതിയിൽ അനുഗ്രഹം വാങ്ങിയിട്ടൊക്കെയാണ് ഒരുപാട് പേര് പോകുന്നുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് ശരിക്കും നേരിട്ട് വന്ന് കണ്ടാലേ, എൻ്റെ വിചാരം ഇതൊരു ഞാൻ എന്നെയും കൂടി എടുത്ത് വേറെ ഒന്നുകൊണ്ടല്ല, ഞാനിവിടെ നടന്നെന്നുള്ളൊരു നിങ്ങളറിയണ്ടല്ല, ഞാൻ വേറെ വീഡിയോ ഒക്കെ ചെയ്തതാണെന്ന് വിചാരിക്കില്ലേ. ഞാൻ വന്ന് നേരിട്ട് തന്നെയാണ് ഇത് എടുത്തത്. കണ്ട ഒരുപാട് പേര് അതിൻ്റെ ഇടയിൽ ഈ കുട്ടി ദേവീനെ ഫോട്ടോ എടുക്കാനും അനുഗ്രഹം വാങ്ങാനൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ മോൾ നല്ല സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അതുപോലെ ഇവിടെയുള്ള ഓരോ ജനങ്ങളും ഈ കാഴ്ച കാണാൻ വന്നവരായാലും ഉണ്ട്, പോരാതെ വഴിപാട് വിചാരിച്ച് ഒരുപാട് ദിവസം നേർന്ന് ആഗ്രഹിച്ച് വരുന്ന കുറേ ജനങ്ങളുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ ദേവിയുടെ അടുത്തേക്ക് കയറുന്ന എൻട്രൻസ്. ഇത്രയും ക്രൗഡാണ്. അതായത് ഞാൻ ചെന്നപ്പോൾ തിരക്ക് കുറഞ്ഞ സമയത്ത് ചെന്നിട്ട് ഇത്രയും തിരക്ക്. അപ്പോൾ ആ സമയത്ത് ഇതിനേക്കാളും തിരക്കായിരിക്കും. ഒരുപാട് പേര് കഴിഞ്ഞിട്ട് ദേവര് വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ദേവിയുടെ കലിയൊക്കെ ശരീരത്തിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ പോകുകയാണ്. ഇവരൊക്കെ കണ്ടോ, എല്ലാവരും ഒരുപാട് ഭക്തിയോടെ സന്തോഷത്തോടെ വന്ന് ചേർന്നിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ശരിക്കും പറഞ്ഞ വിചാരം, ഭരണി ഇടയിൽ ഇങ്ങനെ കണ്ടോ ഇതുപോലെ കൈ കൊട്ടി വടി കൊണ്ട് കൊട്ടി പാട്ടൊക്കെ പാടിയിട്ടാണ് പോവുക. അപ്പോൾ ഇവർ തന്നെയാണ് ചടങ്ങിൻ്റെ ഭാഗമായിട്ട് തെറി കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും ഇന്നത്തെ ഈ സമയത്ത് ഉണ്ടാവില്ല. പോണ വഴികളിൽ ചിലപ്പോൾ അപൂർവം പേര് പാടുന്നല്ലാതെ. പക്ഷെ ഞാൻ ഇന്നെന്തായാലും കണ്ടില്ല, മുന്നേ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് പോയപ്പോൾ എന്തായാലും അങ്ങനത്തെ കാഴ്ചകളൊന്നും കണ്ടില്ല. അപ്പോൾ ഇത് എൻട്രൻസ്, ഇതിൻ്റെ ഉള്ളിൽ കൂടെയാണ് ഞാനിനി ഉള്ളിലേക്ക് പോണത്. പതുക്കനത് കുറേ വസ്ത്രങ്ങളൊക്കെ മാറ്റി, കോമരത്തിൻ്റെ ഡ്രസ്സുകളൊക്കെ മാറ്റി ഒരുപാട് പേര് വരുന്നുണ്ട്. പിന്നെ വാളുകളും കാര്യങ്ങളും കൂടി ഭക്തിയോടെ തന്നെ ദേവി തുള്ളിക്കൊണ്ട് നിൽക്കുന്നവരുണ്ട്. അപ്പോൾ ഞാനിത് പറഞ്ഞു തരണം എന്താണെന്ന് വെച്ചാൽ, പലർക്കും അറിയില്ല കാര്യങ്ങളൊന്നും ഇങ്ങനെയാണെന്ന്. പിന്നെ ഇതിനിടയിൽ ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ആൽത്തറകളുണ്ടാവുമല്ലോ, അതിൻ്റെ മുകളിൽ കയറി എടുക്കാമെന്ന് വെച്ചിട്ട് കുറേ ആൾക്കാർ നിൽക്കുന്നിടത്ത് തന്നെയാണ് ഞാൻ കയറിയത്. പക്ഷെ അറിയില്ലായിരുന്നു നിലപാട് തറകളുണ്ട് ഇവിടെ. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നെ, നിലപാട് തറകൾ ഓരോരുത്തരുടെയാണ്. അത് അവരാണ് അവിടെ ഉണ്ടാവുക. നമ്മളത് ഓടിച്ചെന്ന് കയറാനോ അല്ലെങ്കിൽ ചെരുപ്പിട്ട് കയറാനോ ഒന്നും പാടില്ല. പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, അറിയാണ്ട് അതൊന്ന് ചവിട്ടിപ്പോയി. ഭാഗ്യത്തിന് അവരൊന്നും ചെയ്തില്ല. അത് അവരെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഇതായിട്ടുള്ള ആചാരം നിൽക്കുന്ന ഒരു തറയാണ്. അപ്പോൾ ഞാൻ അറിയാണ്ട് ചവിട്ടിപ്പോയി. അപ്പോൾ തന്നെ ഞാൻ തൊട്ട് നിറങ്ങി വെച്ച്, കാരണം വേറെ ഒന്നും ഉണ്ടല്ലോ, അതെൻ്റെ മിസ്റ്റേക്കാണ്, ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതിനാ ഓരോരോ ദേവികളുടെ കോമരങ്ങൾ നമ്മുടെ മുന്നിൽ കൂടെ പോകണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര റിസ്കോടെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തത്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് അങ്ങോട്ട് പോയത്, എങ്കിൽ പോലും തിരക്കാണ്. കണ്ടോ ഇതുപോലെ, അതായത് ദേവി തുള്ളിക്കൊണ്ടിരിക്കുകയാണ്, ദേവി ശരീരത്തിലുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ അവർ കലി കയറിയിട്ട് വാളുകൊണ്ട് തന്നെ തല വെട്ടുന്നതായാലും അങ്ങനെ ഒരുപാട് മുഖങ്ങൾ ഞാൻ കണ്ടിട്ടാണ്. എല്ലാം എനിക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റിയില്ല. ഞാൻ വിശേഷങ്ങൾ പറയണ വേറെ ഒന്നും ഉണ്ടല്ല, ഇതാണ് കൊടുങ്ങല്ലൂർ ഭരണി എന്നുള്ള കാഴ്ച. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭക്തിയിലൊരു ഇത് തന്നെ കാണാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കൗതുകമാണ് തോന്നുക. അല്ലാതെ നിങ്ങൾ വിചാരിക്കരുത് ഇതൊരു മോശപ്പെട്ട ഒരു ഇതാണ്, അതൊന്നും വിചാരിക്കരുത്. എല്ലാവരും ഒരുപാട് സ്നേഹത്തോടെ ദേവീനെ കാണാൻ ആഗ്രഹത്തോടെ വന്നിട്ടുള്ള കാഴ്ചകളാണ്. ഇവിടെ ഇത്രയും ജനങ്ങൾ അത്രയും ഭക്തിയോടെ വന്നിട്ടുള്ളതാണ് ഈ കാണുന്നത്. ഒരു അമ്പലം എന്ന് പറയുന്നത് അത്രയ്ക്ക് നിറഞ്ഞ്
ഭക്തരെ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാനിപ്പോൾ ഈ കാണിച്ചു തരുന്നതാണ്, ഇവിടെയാണ് നമ്മുടെ കാവുതീണ്ടലിന് അവരുടെ ഓടി നമ്മുടെ അമ്പലം റൗണ്ട് ചുറ്റി ഓടണ കാഴ്ചയാണ്. അപ്പോൾ കുറേ പേരൊക്കെ കുറഞ്ഞ് ശരിക്കും കാവുതീണ്ടൽ നന്നായി നടക്കുന്ന സമയത്ത് ഇതിങ്ങനെ ശരിക്കും നിങ്ങൾ കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവും. ശരിക്കും അത്രയ്ക്ക് ഇതിനേക്കാളും തിരക്കായിരിക്കും. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് വഴിപാടുകൾ കാര്യങ്ങളൊക്കെ എറിയും, ദേവിക്ക് എറിഞ്ഞ് അവിടേക്ക് വഴിപാടിടും. ഒരുപാട് പൈസകളും ഒരുപാട് സ്വർണത്തിൻ്റേതായ താലികൾ, വളകൾ, കാര്യങ്ങളും ഒക്കെ ചിലപ്പോൾ വിചാരിച്ചതൊക്കെ, അതായത് അവിടെ ഒരു പൈസ അല്ല അവർ വഴിപാട് വിചാരിച്ചത്, അത് അവർ വിചാരിക്കാതെ കണ്ടായത്. ഇതിപ്പോൾ ഈ ദേവി തുള്ളിക്കൊണ്ട് കയറാൻ പോണത് നിലപാട് തറയിൽ അവിടേക്കാണ്. അതായത് ഇവിടെ നിലപാട് തറ ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാൻ അറിയാതെ അവിടെ ചവിട്ടിപ്പോയി. അപ്പം തന്നെ അവർ എന്നോട് വഴക്കെന്നല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ വേഗം ഇറങ്ങി. കാരണം അന്നത്തെ ദിവസം അത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്, എനിക്കറിയില്ലായിരുന്നു. അതൊക്കെ പറഞ്ഞു തന്നത് നിങ്ങളായാലും ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയണം. ശരിക്കും പറഞ്ഞാൽ അതെ, ഈ കാണുന്നതാണ് അവിടെ ദേവി പ്രതിഷ്ഠയുടെ നേരെയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഫേമസ് ആയിട്ട് എല്ലാ പ്രാവശ്യവും ഒരു ദേവിയുടെ കോമരം ചെയ്യണ ഒരു കുട്ടീനെ കണ്ടുവന്നു. അപ്പോൾ ആ കുട്ടീനെയാണ് അപ്പുറത്തുള്ള ദേവിയുടെ കോമരം നിൽക്കുന്നത്, ആ കുട്ടിയാണ്. അപ്പോൾ അതിങ്ങോട്ട് തിരിയുമ്പോൾ കാണും, ശരിക്കും മുഖം കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ കുട്ടിയാണെന്ന്. എനിക്ക് ആ കുട്ടീൻ്റെ പേരൊന്നും അറിയാത്തത് കൊണ്ടാണ് കേട്ടോ പറഞ്ഞുതരാൻ അറിയാത്തത്. അപ്പോൾ ആ കുട്ടി ചെറുപ്പത്തിലെ ചെറുതായിരുന്ന സമയത്ത് തുടങ്ങി ദേവിയുടെ കോമരം എടുക്കുന്നതാണ്. അതുകൊണ്ട് ആ കുട്ടീനെ കുറേ പേർക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആ കുട്ടി ഏകദേശം ദേവിയുടെ ഇത് ശരീരത്തിൽ നിന്ന് ഇറങ്ങി തുടങ്ങി. അപ്പം അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് ആൾക്കുണ്ട്. കാരണം കഴിഞ്ഞ് ദേവിയുടെ ഒരുപാട് നേരമായിട്ടുണ്ടാവും ദേവിയുടെ ഇത് കയറിയിട്ടുണ്ടായിട്ടുണ്ടാവും. അപ്പം അത് ഇറങ്ങാറായി തുടങ്ങി. അപ്പം അതിൻ്റെ ആ ഒരു ഇത് ആ കുട്ടീൻ്റെ ക്ഷീണമൊക്കെ കാണുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും അവർക്ക് ആ ഒരു സമയത്ത് വേദന ഇല്ല എങ്കിലും അത് കഴിഞ്ഞ് മനുഷ്യൻ്റെ ശരീരത്തിൽ വേദന ഉണ്ടാവണ പോലെ അവർക്ക് വേദന എടുക്കും എന്തായാലും. അപ്പം അതിൻ്റേതായ ശാരീരിക ബുദ്ധിമുട്ട് അവർക്കും ഉണ്ടാവും. അതേ സമയത്ത് ദേവി കയറിയിരുന്ന സമയത്ത് ശരീരത്തിൽ വേദന കാര്യങ്ങളൊക്കെ അറിയില്ല. അപ്പം അങ്ങനെ അപ്പം അത്രയും കാഴ്ചകൾ, ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ കാണാൻ വേണ്ടി. ഞാനത് കുറച്ചേ പകർത്താൻ പറ്റുള്ളൂ. എനിക്ക് ഒരുപാട് അതിൻ്റെ ക്രൗഡിൻ്റെ ഇടയിൽ പോയി നിൽക്കാൻ വേണ്ടി പരിമിതി ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്ഭുതപ്പെട്ടിട്ടാണ് ഇതൊക്കെ കണ്ടത്. കാരണം ഇത്രയും നാളായിട്ട് ഞാൻ ഒരിക്കലും ഒറ്റയ്ക്ക് ഇത്രയും തിരക്കിൻ്റെ ഇടയിൽ പോയിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം ഇത്രയും ഒറ്റയ്ക്ക് റിസ്ക് എടുത്ത് പോകുന്നത്. ഇവിടെ ഒന്നും അധികം തിരക്കില്ല എങ്കിൽ പോലും ഒരുപാട് ഫാമിലീസ്, അതായത് വഴിപാട് വിചാരിച്ച് വന്നിട്ടുള്ളവരൊക്കെ ഉണ്ടായി. ഈ ഒരു തറയിൽ ഒരുപാട് കോമരങ്ങളും പിന്നെ ദേവീരെ വാൾ പിടിച്ചിട്ട് നേർച്ചയ്ക്ക് വിചാരിച്ച ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഇത് ദേവീരെ കിഴക്കേ വശത്തേക്ക് ദേവീരെ അമ്പലത്തേക്ക് കയറണം, കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് കയറണ വഴിയാണ്. അപ്പം ഇതിലേക്ക് കയറുമ്പോഴാണ് ഞാൻ അതിലേ ഉള്ളിലോട്ട് കയറാൻ നിന്നില്ല, കാരണം ഒരുപാട് തിരക്കുണ്ടായിരുന്നു ആ വഴി. അതുകൊണ്ട് ഞാൻ കുറച്ച് തിരക്ക് കുറഞ്ഞ വഴി നോക്കിയാണ് കയറിയത്. അപ്പോൾ ഇവിടെ തന്നെ വേറെ കോമരങ്ങൾ, പ്രായമായിട്ടുള്ളൊരു അമ്മാമ്മയുണ്ടായി, പിന്നെ 2 അമ്മാമ്മമാർ വല്യമ്മമാരൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് എടുക്കുന്നുണ്ടായി. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഉള്ളിലേക്ക് പോയില്ല, കാരണം എല്ലാവരെയും തട്ടി മാറ്റി പോകാനുള്ള ഇതെനിക്കുണ്ടായില്ല. വേറൊന്നും ഉണ്ടല്ല, തിരക്കിൻ്റെ ഇടയിൽ കയറി ബുദ്ധിമുട്ടുണ്ടാവണ്ട എന്ന് വെച്ചിട്ട് ഞാൻ പോയില്ല. ഞാൻ തിരക്കൊഴിഞ്ഞത് നോക്കി തന്നെയാണ് പോയത്. അപ്പോൾ ഇതൊക്കെയാണ് കാഴ്ചകൾ. ഭരണീരേട്ട ഒരു കുഞ്ഞു വാവതേ കാണാൻ വേണ്ടി വന്നിട്ടുണ്ടായി. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേര് നേർച്ച, നിങ്ങൾ കുറച്ചൊന്നുമല്ല കാണുന്നത്, കണ്ടില്ലേ? ഞാനിപ്പോൾ കാണാൻ വന്നതാണ്. അതുപോലെ തന്നെ ഭക്തരാണ് ഒരുപാട് പേര്. ഇതൊക്കെ കഴിഞ്ഞ് നിൽക്കുന്നവർ വേറെ, പിള്ളേരൊക്കെ കഴിഞ്ഞിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. കാരണം ചെറിയൊരു ഭക്തിപൂർണമായിട്ടുള്ളൊരു കാഴ്ചയല്ലേ ഇത്. അപ്പോൾ അത് പകർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോസ് ഫോണിൽ എടുക്കണവരുണ്ട്, ക്യാമറയിൽ എടുക്കണവരുണ്ട്. അപ്പം നേരത്തെ നമ്മൾ കണ്ട കുട്ടീനെ ഇവിടെ ഇതുപോലെ ഒരുപാട് പേര് എടുക്കാൻ വേണ്ടി ഇഷ്ടപ്പെട്ട് വന്ന് നിൽക്കുന്നുണ്ടായി. കുറേ പേര് തൊഴുതു പോണ്. അപ്പോൾ
എനിക്ക് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമായിരുന്നു കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ. ഞാൻ ഇത്ര എൻ്റെ നാട്, എനിക്കിപ്പോൾ 30 വയസ്സായി, ഞാൻ ഇത്രയും നാളായിട്ട് ഇതുപോലെ ഇറങ്ങിച്ചെന്ന് കണ്ടിട്ടില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായി, സന്തോഷമാണ് തോന്നിയത് കേട്ടോ. ഇതുപോലെ ഒരു വല്യമ്മ കണ്ടില്ലേ, നാക്കത്ത് ശൂലം, ഇതൊക്കെ എല്ലാവരും വഴിപാടിൻ്റെയും നേർച്ചയുടെയും ഭാഗമായിട്ടാണ് കേട്ടോ ഇതൊക്കെ എല്ലാം ചെയ്യണത്. പിന്നെ ഈ ഒരു ഇത് ചെയ്യണ സമയത്ത് അവർക്ക് വേദന എടുക്കില്ല എന്ന് പറയണത് വേറെ ഒന്നും ഉണ്ടല്ല, ദൈവസാന്നിധ്യം അവരൊപ്പം വന്ന് നിൽക്കുമ്പോൾ അങ്ങനത്തെ ഒരു ഇതവർക്ക് വരുന്നില്ല, ഫീലിങ്സ് വരുന്നില്ല. അത് നിങ്ങളൊരു നുണയാണെന്ന് വിചാരിക്കുന്നത് സത്യമാണ്. പിന്നെ ഇതാണ് നമ്മുടെ ബാബുസ്വാമി, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞില്ലേ ബാബുസ്വാമി. അപ്പം ആ ബാബുസ്വാമീനെയാണ് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ആളെ കാണുന്നത്. ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരുന്നു, കാരണം കുറേ പേര് വീഡിയോസ് എടുക്കുന്നുണ്ട്, അത് ആൾ തന്നെയാണോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നി. നോക്കിയ ആൾ തന്നെയായിരുന്നു. ഞാൻ ബാബുസ്വാമിനെ കണ്ട് പതുക്കെ അവിടെ നിന്ന് നടന്ന് അടുത്ത കാഴ്ചകൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നു ഇങ്ങോട്ട്. പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛൻ അവിടെ ഉണ്ണിയുണ്ടല്ല, അപ്പം മോനെയായിട്ട് കളിക്കുന്നതാണ്. അപ്പം അവൻ്റെ വർത്താനങ്ങൾ അതിൻ്റെ ഇടയിൽ വരണോണ്ട് ഞാൻ കുറച്ച് നീങ്ങിയിട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഞാൻ പറയണത് ചിലപ്പോൾ കേൾക്കില്ല, അവിടുത്തെ വർത്താനമായിരിക്കും കേൾക്കുക. പിന്നെ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഭരണീര. അപ്പോൾ ഇതാണ് വസൂരിമാല, ഞങ്ങളുടെ അവിടുത്തെ വസൂരിമാലയുടെ കഥ ഞാൻ പിന്നെ ഒരിക്കലും പറയാം. ഇതൊരു വലിയൊരു സ്റ്റോറിയാണ് വസൂരിമാല കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, വേറൊരു ദിവസം ഞാൻ വിശദീകരിച്ച് പറഞ്ഞുതരാം വസൂരിമാലനെ കുറിച്ച്. വളരെയധികം നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഒരുപാട് ഐതിഹ്യങ്ങളും ഇതുകളും ഉള്ളതാണ് കൊടുങ്ങല്ലൂർ അമ്പലം എന്ന് പറയണത്. ഒരുപാട് കഥകളും മിത്തുകളും കാര്യങ്ങളൊക്കെ നിലനിൽക്കുന്ന ഒരു വളരെ ശക്തിപൂർണമായിട്ടുള്ള ദേവിയാണ് ഞങ്ങളുടെ ദേവി കൊടുങ്ങല്ലൂരമ്മ. എൻ്റെ ശബ്ദം പോയിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഒരു രക്ഷയില്ല, കഫക്കെട്ട്. അപ്പോൾ കണ്ടില്ലേ, നിങ്ങൾ കണ്ടോ വാളുകൊണ്ട്? ഇതൊന്നും ഒരിക്കലും ഒരാൾ മനഃപൂർവ്വം തല്ലിപ്പൊട്ടിക്കുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇതൊക്കെ ദേവീര ആ ഒരു ഇത് കയറുമ്പോൾ ആ ഒരു ഇതിൽ ശക്തിയിൽ അവർ ചെയ്യണതാണ് കേട്ടോ. അല്ലാതെ ഇവർ മനഃപൂർവ്വം തല്ലിപ്പൊട്ടിക്കണതോ കാര്യങ്ങളോ ഒന്നുമല്ല. ഒരാൾക്കും മനഃപൂർവ്വം ഇങ്ങനെ പൊട്ടിക്കാനൊന്നും തോന്നില്ല, നിങ്ങൾക്കറിയില്ല, നമ്മളായാലും ചെയ്യില്ലല്ലോ അങ്ങനെ. അപ്പം ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രസൻസ് വരുമ്പോൾ ചെയ്യുന്നതാണ്. എനിക്ക് പേടിയാണ് ശരിക്കും പറഞ്ഞാൽ, ആ തുള്ളലൊക്കെ നേരിട്ട് അതിൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ വന്നതാണ്. ഞാൻ വേഗം മാറിയിട്ടാണ് ദേവിയുടെ രൂപം വന്നപ്പോൾ, അതായത് കോമര രൂപം വന്നപ്പോൾ ഞാൻ മാറി വേഗം. എനിക്ക് പേടിയാണ് ആക്ച്വലി. കുറേ പേര് വീഡിയോസൊക്കെ എടുക്കണം, ദേവിയുടെ നടയിൽ അവിടേക്ക് ഞാൻ എത്തി. അപ്പോൾ ഞാൻ നേരിട്ട് വന്ന് കയറി പോകാൻ പറ്റൂലായിരുന്നു, അത്രയും ക്രൗഡ് കാരണം. അത് കാരണം ഞാൻ ഒതുങ്ങി സൈഡിൽ കൂടെയൊക്കെയാണ് പോയത്. അപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നിയിട്ടാണ്, പേടിയും തോന്നി, കാരണം വേറെ ഒന്നും ഉണ്ടല്ല, ആദ്യമായിട്ട് വന്നെടുക്കുന്നത് നിങ്ങൾക്ക് കാഴ്ച തരാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അല്ലെങ്കിൽ വരും ഫ്രണ്ട്സിൻ്റെ ഇത് വന്നിട്ട്, അല്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ഇറങ്ങിച്ചിട്ട് ഞാൻ ഇതായിട്ട് സന്തോഷം നൃത്തം ചെയ്യുന്ന എന്തെങ്കിലാണ് കാണുന്നത്. അതിനിടയിൽ ദേവി ഉള്ളിലുള്ള ദേവിയുടെ രൂപങ്ങളുണ്ട്. എൻ്റെ മോനവിടെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, എൻ്റെ ഒച്ചയാണ് കേൾക്കണത് അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്നെ കണ്ടില്ലേ, അതായത് ഈ കാണിക്കണതൊന്നും അവർ ഓർമ്മ, ഇത് വീഡിയോ കണ്ടാൽ അവർക്ക് ഓർമ്മ ഉണ്ടാവുന്നുള്ളൂ, അല്ലാതെ അവർക്ക് ആർക്കും ഓർമ്മയില്ല. കണ്ടില്ലേ തലയൊക്കെ വെട്ടി പൊളിച്ചിട്ട് പോണത്, ഒരിക്കലും ഒരാളും ചെയ്യില്ല. ഭക്തിക്ക് ദേവി വന്നിട്ടുള്ള ആ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കൊടുങ്ങല്ലൂർ ഭരണീര കാഴ്ചകൾ. നിങ്ങൾ പറ്റുന്നവരെന്തായാലും പൊട്ടയാണെന്ന് വിചാരിച്ച് ഒരിക്കലും വരാണ്ടിരിക്കരുത് കേട്ടോ, കാരണം ഇതൊരു വലിയ കാഴ്ചയാണ്. നിങ്ങളെന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും വന്ന് ഈ കാഴ്ച കാണണം. പേടിയൊന്നും വിചാരിക്കേണ്ട, എനിക്കാദ്യം പേടിയുണ്ടായി, പിന്നെ ഇത് ഇറങ്ങി ചെന്നപ്പോഴാണ് കുഴപ്പമില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ഇതാണ് കൊടുങ്ങല്ലൂർ ഭരണി കാഴ്ച. അപ്പോൾ ഇവിടുത്തെ വേറെ കുറച്ച് അനുഗ്രഹങ്ങൾ ദേവി തന്നെ സംസാരിക്കാൻ വേണ്ടി ചെല്ലേണ്ടത്. ഇത് കോവിലകത്ത് ആരോ ആണ് കേട്ടോ, കൊടുങ്ങല്ലൂർ കോവിലകത്ത്. എനിക്ക് പറഞ്ഞു തരാൻ ഇത് അറിഞ്ഞൂടെ കറക്റ്റ്. അപ്പോൾ തമ്പുരാനല്ല കോവിലകത്ത, എനിക്ക് കറക്റ്റ് അറിയില്ല, ഞാൻ തെറ്റ് പറഞ്ഞു തന്നെ ശരിയല്ലല്ലോ. അപ്പോൾ എന്തായാലും കോവിലകത്തിനെ ബന്ധപ്പെട്ടിട്ടുള്ള നമ്പൂതിരിമാർ തന്നെയാണ് ഇവർ. അപ്പോൾ അവർ ദേവീര ഇത് ചൊല്ലി കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അധികം അറിയില്ല, അതുകൊണ്ട് ഞാൻ കൂടുതൽ അറിയാത്ത കാര്യം പറയുന്നില്ല. എന്തായാലും എനിക്കിതൊക്കെ ഒരു അത്ഭുത കാഴ്ചയാണ്. കുട്ടി ദേവി
ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ ഒരുപാട് കാഴ്ചകൾ കാണാമായിരുന്നു. അപ്പോൾ ഞാൻ ആ കുട്ടി ഇത് പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ചെറിയ മോളാണെങ്കിലും ഇതാ അവരെ കൂടെ വന്നിട്ടുള്ള വേറൊരു കോമരാണ്. അപ്പോൾ അവർ ആ കുട്ടീനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് പേര് കുഞ്ഞു കുട്ടീനെ ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ട്. ആ സന്തോഷം ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക്, കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അവിടെ എത്തുമ്പോൾ വളരെയധികം മനസ്സിന് ദേവീനെ ഇഷ്ടമുള്ളവർക്ക് ഒന്നും പറയാനില്ല, ഒരുപാട് മനസ്സ് നിറയും. അതുപോലെ തന്നെ എനിക്കും നല്ല സന്തോഷമായി. എനിക്ക് എൻ്റെ അമ്മേനെ ഇതുപോലെ ഇത്രയും അടുത്ത് ഒരുപാട് കാഴ്ചകളായി കാണാൻ പറ്റിയ സന്തോഷമുണ്ടായി. അപ്പോൾ ഇതാണ്. പിന്നെ അവിടുത്തെ കാളകളി കാര്യങ്ങളൊക്കെ വേറെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ വിശേഷങ്ങളും നിങ്ങൾ കണ്ടു നോക്കട്ടോ. എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് അധികം ഒച്ചില്ല, എന്നിട്ട് പോലും ഞാൻ പറഞ്ഞു തരണത് ഇതെന്തായാലും നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളിലേക്ക് എത്തിക്കണ്ടേ. അപ്പോൾ നിങ്ങൾ ഈ വിശേഷങ്ങളൊക്കെ കാണും. ഇതൊക്കെയാണ് ഭരണിയുടെ കാഴ്ച, ശരിയായിട്ടുള്ള കാഴ്ച. അപ്പം നിങ്ങൾ തെറ്റിദ്ധരിച്ച് വെക്കരുത്. ഒരുപാട് കുട്ടികൾ, ഫാമിലി, പാരൻസ് എല്ലാവരും വരുന്നുണ്ട്. അതപ്പോൾ ഭരണി ഒരു പൊട്ട ആയിട്ടുള്ളൊരു ഇതാണ്. കുറേ ആൾക്കാർ തെറ്റിദ്ധരിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇതങ്ങനെയുള്ളൊരു ഇതല്ല. ഇതൊരു ഭക്തിപൂർണമായിട്ടുള്ള ഇത് കോഴിച്ചോരയാണെന്നാണ് എൻ്റെ തോന്നൽ. കാരണം ചടങ്ങിൽ അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അതാണ് ദേവീനെ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇനി പെപ്സി ഇരുന്ന് കുടിക്കണമെന്നൊന്നും നിങ്ങൾ ട്രോളിറക്കരുത്. കാരണം അവളുടെ ഇത് കലിയൊക്കെ ഇറങ്ങിയതിന് ശേഷം ആൾ റെസ്റ്റ് എടുക്കലാണ്. അപ്പോൾ ആൾക്ക് കുടിക്കാൻ ആരോ വാങ്ങിച്ചു കൊടുത്തിട്ട് ആൾ കുടിച്ച് റെസ്റ്റ് എടുക്കണമായിരുന്നു. പിന്നെ ഇതേ കുട്ടികളൊക്കെ കണ്ടില്ലേ, അവിടെ കാളകളി ഒക്കെ ഉള്ളിടത്ത് ചെന്ന് നിൽക്കുകയും കാണുകയും ഇതൊക്കെ അവരെ അച്ഛനമ്മമാർ കൊണ്ടുവരുന്നത് അവർ കാണാൻ വേണ്ടിയിട്ടും. ഇത്രയും നല്ല രസമുള്ള കാഴ്ചകളാണ് ഈ ഭരണിക്കുള്ളത്. ഞാൻ ഇത്ര നാൾ തെറി കാര്യങ്ങളൊന്നും വിചാരിച്ചിരുന്ന എൻ്റെ നാട്ടിൽ ഈ ചടങ്ങ് ഇത്രയും മനോഹരമാണെന്ന് ചെന്നുള്ളിൽ ഇറങ്ങി കണ്ടപ്പോൾ തന്നെയാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഭരണിക്കാഴ്ചകൾ. ഇത് വേറെ പോണ സമയത്ത് വേറൊരു അമ്പല പ്രതിഷ്ഠയുണ്ട്, അവിടെയുള്ള കാഴ്ചയാണിത്. അപ്പോൾ ഇതുപോലെ ഒരുപാട് പേരുടെ നേർച്ചയും വഴിപാടുമുള്ള ഭക്തിപൂർണ്ണമായിട്ടുള്ള കാഴ്ചയാണ് നമ്മുടെ ഭരണി.